സ്ത്രീകളും രക്തദാനവും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിനു രാജേന്ദ്രൻ സംസാരിക്കുന്നു. ഇന്ത്യയിലെ രക്തദാന രംഗത്തെക്കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രകടമായി കാണുന്ന ഒരു വസ്തുത വലിയ തോതിലുള്ള സ്ത്രീ പുരുഷ വ്യത്യാസമാണ്. നമ്മുടെ രാജ്യത്ത് പ്രതിവർഷം ഏകദേശം 1.5 കോടി യൂണിറ്റ് രക്തം ആവശ്യമായി വരുന്നുണ്ട്. എന്നാൽ ഇതിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഏകദേശം 6% മുതൽ 10% വരെ മാത്രമാണ്. അതായത് 100 പേർ രക്തം നൽകുമ്പോൾ അതിൽ 10 പേരിൽ താഴെയാണ് സ്ത്രീ ദാതാവാകുന്നത്. കേരളം പോലെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീ രക്തദാതാക്കൾ നന്നേ കുറവാണ്. പല ഗ്രാമീണ മേഖലകളിലും സ്ത്രീ രക്തദാനം 2% താഴെയാണ്. ഈ വലിയ വിടവ് നികത്തേണ്ടത് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ആവശ്യമാണ്. നമ്മൾ ഇന്ത്യയിലെ സാഹചര്യം പരിശോധിച്ചല്ലോ. ഇനി ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എന്താണ് സ്ഥിതി എന്ന് കൂടി പരിശോധിക്കാം. ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ആഗോളതലത്തിൽ രക്തദാതാക്കളിൽ ഏകദേശം 33% സ്ത്രീകളാണ്. എന്നാൽ ഈ ശതമാനം ഓരോ രാജ്യത്തിൻ്റെയും സാമ്പത്തികവും സാമൂഹികവുമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് വലിയ തോതിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ലോകത്തെ പ്രധാനമായും നമുക്ക് 2 തട്ടുകളായി തിരിക്കാം. 1 വികസിത രാജ്യങ്ങൾ, 2 വികസ്വര രാജ്യങ്ങൾ. ഇനി നമുക്ക് വികസിത രാജ്യങ്ങളിലെ സ്ഥിതി നോക്കാം. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ ഉയർന്നതാണ്. ഉദാഹരണത്തിന് ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ 50% മുതൽ 55% വരെ ദാതാക്കളും സ്ത്രീകളാണ്. അവിടെയുള്ള വിദ്യാലയങ്ങളിലും സർവകലാശാലകളിലും നൽകുന്ന ബോധവൽക്കരണം ഇതിന് വലിയൊരു ഘടകമായി വരുന്നുണ്ട്. മികച്ച പോഷകാഹാരം ലഭിക്കുന്നതിലൂടെ ഉയർന്ന ഹീമോഗ്ലോബിൻ നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളതും ഒരു പ്രധാന ഘടകമാണ്. ഇനി നമുക്ക് വികസ്വര രാജ്യങ്ങളിലെ സ്ഥിതി ചർച്ച ചെയ്യാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ, ആഫ്രിക്കൻ വികസ്വര രാജ്യങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കുറവായാണ് കാണുന്നത്. അത് ഏകദേശം 10 മുതൽ 15% വരെ മാത്രമാണ്. സ്ത്രീകളിലെ വിളർച്ച അഥവാ ഹീമോഗ്ലോബിൻ കുറവ് ഒരു പ്രധാന കാരണമായി കണക്കാക്കുന്നു. ഇനി സ്ത്രീകളിലെ രക്തദാനത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് പരിശോധിക്കാം. സാധാരണയായി പുകവലി, മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ കുറവായതിനാൽ അവരുടെ രക്തം കൂടുതൽ സുരക്ഷിതമായി കണക്കാക്കുന്നു. കൂടാതെ ഇപ്പോഴുള്ള രക്തക്ഷാമം കുറയ്ക്കാനും അതുവഴി ലക്ഷക്കണക്കിന് ജീവൻ നിലനിർത്താനും സ്ത്രീ രക്തദാനം സഹായിക്കുന്നു. സ്ത്രീ രക്തദാനം ഭാവി തലമുറയ്ക്ക് ഒരു മാതൃകയാവുകയും കൂടാതെ പ്രചോദനമാവുകയും ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്ത്രീകളിലെ രക്തദാനത്തിലെ തടസ്സങ്ങൾ എന്തെല്ലാം എന്ന് ചർച്ച ചെയ്യാം. ഈ തടസ്സങ്ങളെ പ്രധാനമായും 3 തിരിക്കാം. ആരോഗ്യപരമായ തടസ്സങ്ങൾ, സാമൂഹികമായ തടസ്സങ്ങൾ, 3 മാനസികമായ തടസ്സങ്ങൾ. ആരോഗ്യപരമായ തടസ്സങ്ങൾ എന്തെന്ന് നമുക്ക് നോക്കാം. 1 വിളർച്ച അഥവാ അനീമിയ. ഭാരതത്തിലെ സ്ത്രീകളിൽ ഭൂരിഭാഗവും നേരിടുന്ന പ്രധാന പ്രശ്നമാണിത്. ഹീമോഗ്ലോബിൻ അളവ് നിശ്ചിത മാനദണ്ഡമായ 12.5 ഗ്രാം പെർ ഡെസിലിറ്ററിൽ താഴെയാകുമ്പോൾ രക്തദാനം ചെയ്യാൻ സാധിക്കുകയില്ല. രണ്ടാമതായി ഭാരക്കുറവ്. രക്തം നൽകാൻ കുറഞ്ഞത് 45 കിലോഗ്രാം ഭാരം ഉണ്ടായിരിക്കണം. ഈ ഭാരം ഇല്ലാത്തതിനാൽ നേരിയ ശതമാനം സ്ത്രീകൾക്ക് രക്തദാനം ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ട്. അടുത്തതായി കുറഞ്ഞ രക്തസമ്മർദ്ദം. താഴ്ന്ന രക്തസമ്മർദ്ദം ഉള്ളതുകൊണ്ട് ഒരു നേരിയ ശതമാനം സ്ത്രീകൾക്ക് രക്തദാനം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനി നമുക്ക് സാമൂഹികമായ തടസ്സങ്ങൾ എന്തെല്ലാം എന്ന് പരിശോധിക്കാം. ആദ്യമായി എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ട്, അതായത് രക്തദാന കേന്ദ്രത്തിലോട്ട് എത്തിപ്പെടാനുള്ള അസൗകര്യം ഒരു തടസ്സമായി കാണപ്പെടുന്നു. രണ്ടാമതായി കുടുംബത്തിൻ്റെ പിന്തുണയില്ലായ്മ മറ്റൊരു പ്രധാന തടസ്സമായി കണക്കാക്കുന്നു. മൂന്നാമതായി രക്തദാനം കൂടുതലായും പുരുഷന്മാരുടെ ഉത്തരവാദിത്വം എന്നുള്ള സാമൂഹിക ചിന്താഗതി ഒരു സുപ്രധാന ഘടകമായി കണക്കാക്കപ്പെടുന്നു. അടുത്തതായി മാനസികമായ തടസ്സങ്ങൾ എന്തെല്ലാം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. 1 പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് സൂചി കുത്തുന്നതിനോടും രക്തം കാണുന്നതിനോടും കൂടുതൽ പേടിയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. 2 രക്തദാനം ആർത്തവത്തെ ബാധിക്കുമെന്ന ഭയം, ശാരീരിക ബലഹീനത ഉണ്ടാകുമെന്ന ചിന്ത, ഗർഭധാരണത്തെ ബാധിക്കുമോ എന്നുള്ള ആശങ്ക എന്നീ മിഥ്യാധാരണകൾ ഒരു തടസ്സമായി കണക്കാക്കുന്നു. ഇനി നമുക്ക് ഈ തടസ്സങ്ങൾ എങ്ങനെ മറികടക്കാം എന്നുകൂടി പരിശോധിക്കാം. ഒന്നാമതായി ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഇരുമ്പ് അഥവാ അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് ഇലക്കറികൾ, ഈന്തപ്പഴം, ശർക്കര, ഇവ കൂടുതലായി ഉപയോഗിക്കുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്ക് വിളർച്ചയെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇതുവഴി കൂടുതൽ സ്ത്രീകൾക്ക് രക്തദാനത്തിന് മുന്നിട്ട് വരാൻ സാധ്യമാകും. രണ്ടാമതായി കൂടുതൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വഴിയും സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിലൂടെയും സ്ത്രീ രക്തദാനം ഉയർത്താനാകും. മൂന്നാമതായി
രക്തദാനത്തെക്കുറിച്ചുള്ള അവബോധ ക്ലാസുകളിലൂടെയും കൗൺസിലിങ്ങിലൂടെയും പേടിയും മറ്റ് മിഥ്യാധാരണകളും മാറ്റിയെടുക്കാൻ സാധിക്കും. 4. രക്തദാനത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ചിന്താഗതി ഊട്ടിയുറപ്പിക്കുന്നതിലൂടെ സ്ത്രീ രക്തദാനത്തിന് പ്രചോദനം ലഭിക്കും. 5. രക്തദാനം ഒരു കുടുംബ ഉത്തരവാദിത്തമായി മാറ്റുക. ഭാര്യയും ഭർത്താവും ചേർന്ന് രക്തം നൽകുന്ന രീതി പ്രോത്സാഹിപ്പിക്കുന്നത് കുടുംബത്തിൻ്റെ പിന്തുണ ഉറപ്പിക്കാൻ സഹായിക്കും. സ്ത്രീ രക്തദാനത്തിൻ്റെ തടസ്സങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് സ്ത്രീ രക്തദാനത്തിൻ്റെ പ്രേരണാഘടകങ്ങളെക്കുറിച്ച് സംസാരിക്കാം. തൻ്റെ രക്തം ഒരു ജീവൻ രക്ഷിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ള മാനസികമായ സംതൃപ്തിയാണ് ഏറ്റവും വലിയ പ്രേരണാഘടകം. രക്തദാനം ചെയ്യുന്നത് വഴി സ്വന്തം ശരീരത്തിലെ പഴയ രക്തകോശങ്ങൾ മാറി പുതിയവ ഉണ്ടാകുമെന്നും ഹൃദയാരോഗ്യം മെച്ചപ്പെടുമെന്നുള്ള ശാസ്ത്രീയമായ അറിവ് ലഭിക്കുന്നതും കൃത്യമായ ഇടവേളകളിൽ ഹീമോഗ്ലോബിൻ പരിശോധിക്കാനുള്ള അവസരം ലഭിക്കുന്നതും ഒരു പ്രേരണാ ഘടകമായി കണക്കാക്കുന്നു. രക്തദാനം ചെയ്യുന്ന ദാതാക്കൾക്ക് നൽകുന്ന പ്രോത്സാഹനവും അംഗീകാരങ്ങളും ഒരു സുപ്രധാന പ്രചോദന ഘടകമാണ്. താമസ സ്ഥലത്തിന് അടുത്തോ ജോലി സ്ഥലത്തോ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഒരു പ്രോത്സാഹന ഘടകമാണ്. കൂടാതെ രക്തം ആവശ്യമുണ്ടെന്നുള്ള അറിയിപ്പുകൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നതും രക്തദാനത്തിന് ഒരു പ്രധാന പ്രചോദന ഘടകമായി കണക്കാക്കപ്പെടുന്നു. ഇനി നമുക്ക് സ്ത്രീ രക്തദാനവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്ന മിഥ്യാധാരണകളും അവയുടെ യാഥാർത്ഥ്യങ്ങളും പരിശോധിക്കാം. ആദ്യമായി, സ്ത്രീകൾക്ക് രക്തം നൽകാനുള്ള ആരോഗ്യശേഷിയില്ല എന്ന ഒരു മിഥ്യാധാരണയുണ്ട്. പ്രായം, തൂക്കം, ഹീമോഗ്ലോബിൻ അളവ് എന്നിവ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ സുരക്ഷിതമായി രക്തം നൽകാം എന്നതാണ് യാഥാർത്ഥ്യം. രക്തം നൽകുന്നത് ആർത്തവത്തെ ബാധിക്കും എന്നുള്ളതും ഒരു മിഥ്യാധാരണയാണ്. രക്തദാനം ആർത്തവത്തെ ബാധിക്കില്ല. ആർത്തവമുള്ള സമയത്ത് രക്തദാനം ഒഴിവാക്കേണ്ടതായുണ്ട് എന്ന് മാത്രം. രക്തം നൽകിയാൽ ഗർഭധാരണത്തിന് തടസ്സമുണ്ടാകും എന്നുള്ളത് മറ്റൊരു മിഥ്യാധാരണയാണ്. രക്തദാനം സ്ത്രീകളുടെ പ്രത്യുൽപാദന ശേഷിയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. രക്തം നൽകിയാൽ രോഗപ്രതിരോധ ശേഷി കുറയാം എന്നും ഒരു മിഥ്യാധാരണയുണ്ട്. ഇത് നേരെ വിപരീതമാണ്. രക്തദാനം രോഗപ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനി നമുക്ക് സ്ത്രീകൾ രക്തദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേക മാനദണ്ഡങ്ങൾ എന്തെല്ലാം എന്ന് പരിശോധിക്കാം. 18 മുതൽ 65 വയസ്സ് വരെ ഉള്ളവർക്ക് രക്തദാനം ചെയ്യാം. ഭാരം കുറഞ്ഞത് 45 കിലോഗ്രാം എങ്കിലും ഉണ്ടായിരിക്കണം. സ്ത്രീകൾക്ക് 4 മാസത്തിൽ ഒരിക്കൽ രക്തദാനം ചെയ്യാവുന്നതാണ്. ഹീമോഗ്ലോബിൻ അളവ് 12.5 ഗ്രാം പെർ ഡെസിലിറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം. ആർത്തവ സമയത്ത് രക്തം നൽകാൻ സാധിക്കുകയില്ല. ഗർഭാവസ്ഥയിലോ പ്രസവം കഴിഞ്ഞ് 1 വർഷം വരെയുള്ള സമയത്തോ രക്തം നൽകാൻ പാടുള്ളതല്ല. പച്ച കുത്തുക, കാതുകുത്തുക, മൂക്കുകുത്തുക എന്നിവ 1 വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായി രക്തം നൽകാൻ പാടുള്ളതല്ല. രക്തദാനത്തിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നുകൂടി നമുക്ക് ചർച്ച ചെയ്യാം. തലേ ദിവസം നന്നായി ഉറങ്ങാൻ ശ്രദ്ധിക്കുക. കുറഞ്ഞത് 5 മണിക്കൂർ എങ്കിലും ഉറങ്ങുക. ധാരാളമായി വെള്ളം കുടിക്കുക. 4 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിച്ചെന്ന് ഉറപ്പുവരുത്തുക. രക്തദാനത്തിന് ശേഷം ഭാരിച്ച ജോലി ചെയ്യാനില്ല എന്നുകൂടി ഉറപ്പുവരുത്തുക. രക്തദാനം ഒരു പുണ്യപ്രവൃത്തിയാണ്. ഒരു സ്ത്രീ രക്തം നൽകുമ്പോൾ അത് സമൂഹത്തിന് വലിയൊരു മാതൃകയാണ് നൽകുന്നത്. നിങ്ങളുടെ 1 യൂണിറ്റ് രക്തത്തിന് 3 ജീവൻ വരെ നിലനിർത്താൻ കഴിവുള്ളതാണ്. ആരോഗ്യവതിയായ ഓരോ സ്ത്രീയും വർഷത്തിൽ ഒരിക്കലെങ്കിലും രക്തം നൽകുമെന്ന് ഉറപ്പുവരുത്തിയാൽ നമ്മുടെ നാട്ടിൽ രക്തക്ഷാമം ഉണ്ടാവുകയില്ല. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം ഈ ജീവൻ രക്ഷാ ദൗത്യത്തിൽ. സ്ത്രീകളും രക്തദാനവും. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിനു രാജേന്ദ്രൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. പ്രകാശധാര